അസ്സലാമലൈക്കും എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വീടിൻ്റെ പുറം വശത്താണ്. അവിടെ ഉമ്മ കോവയ്ക്ക നട്ട് വളർത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗം മഴയും കാറ്റത്തും ഇങ്ങനെ വീണ് കോവയ്ക്ക കുറച്ചൊക്കെ നശിച്ചു പോയി. പക്ഷെ നമുക്ക് കോവയ്ക്ക കിട്ടി കേട്ടോ, ഒരുപാട് കോവയ്ക്ക കിട്ടി അതിൽ നിന്ന്. പക്ഷേ അതിൻ്റെ വള്ളിയൊക്കെ പന്നലായിപ്പോയി. അവിടെ ഇനിയും നിൽപ്പുണ്ട് കോവയ്ക്ക, മാഷാല്ലാ ഒരുപാടുണ്ട്. ഉമ്മ അങ്ങനെ പിച്ചിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉമ്മക്ക് ചെറിയ ചെറിയ കൃഷികളൊക്കെ ഉണ്ട്, ഒരുപാടുണ്ടായിരുന്നു. ഇപ്പം ചെറുതായിട്ടേ ഉള്ളൂ. ഞാനും കൃഷിയുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ഉമ്മ ചെയ്യുന്നുണ്ട്. ഉമ്മ കൃഷിയും ഗാർഡനിങ്ങും എല്ലാം ഉമ്മക്കുണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് ഒരുപാട് ഇപ്പം കോവയ്ക്ക മിക്കപ്പോഴും കിട്ടാറുണ്ട്. ഒന്നുമില്ലെങ്കിലും അടുക്കളയിലേക്ക് കോവയ്ക്ക മാഷാല്ലാ കിട്ടാറുണ്ട്. പയറും പിടിച്ച് കിടപ്പുണ്ട്. പയർ കിളിച്ച് തുടങ്ങിയിട്ടില്ല, പക്ഷെ പൂ വന്നിട്ടുണ്ട്. പയർ പിടിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. ഒരുപാട് മാഷാല്ലാ ഒരുപാട് കോവയ്ക്ക ഇപ്രാവശ്യം കിട്ടി. പിന്നെ കൂവയുണ്ട്, നമ്മളെ കൂവക്കിഴങ്ങ്, കൂവപ്പൊടി ഉണ്ടാക്കുന്ന കിഴങ്ങ്, അത് ഈ പിടിച്ച് കിടക്കുന്നതാണ് സ്വീറ്റ് പൊട്ടറ്റോയുടെ ചെടി. ഇത് അവക്കാഡോ ആണ്, നമ്മൾ കഴിച്ചിട്ട് സീഡിട്ടുണ്ടായതാണ്. ഇതിനി ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റി നടണം. ഇതുവരെ സ്ഥലം ഫൈനലൈസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അതങ്ങനെ അവിടെ നിൽക്കുന്നു. അല്ലു ആ മഴയത്ത് വെള്ളം ഒഴിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഉമ്മ പുറകെ പറയുന്നുണ്ട്, അല്ലു അതൊക്കെ അളിഞ്ഞു പോയി, ഇനിയും വെള്ളം ഒഴിച്ചാൽ മഴയല്ലേ എന്നൊക്കെ. അപ്പോൾ ഇന്ന് നമുക്കിതാ ഇത്രയും കോവയ്ക്ക കിട്ടി മാഷാല്ലാ. ഈ പഴുത്ത കോവയ്ക്ക ഉമ്മ വീണ്ടും അതെടുത്ത് അതിൻ്റെ വിത്തെടുത്ത് വെക്കും നടാനായിട്ട്. ഇങ്ങനെ എന്നിട്ട് പിന്നെ ഇതൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ അടുക്കളയിൽ കയറി. ഇന്ന് 2 തേടായിരുന്നു, വലിയ 2 തേടായിരുന്നു. അങ്ങനെ അത് വറുത്തരച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ എല്ലാ ദിവസവും ഉമ്മ തന്നെയാണ് മീൻകറി വെക്കുന്നത്. മീൻകറി ഉമ്മ വെച്ചാലാണ് കൊള്ളാവുന്നതെന്ന് ഞാൻ പറയുന്നത്. ഉമ്മ പറയുന്നത് അതെൻ്റെ അടവാണ്. പക്ഷേ എനിക്ക് എൻ്റെ മീൻകറി വലിയ ഇഷ്ടമില്ല. ഞാൻ വെക്കാറില്ലെന്നല്ല, വെക്കും, പക്ഷെ ഉമ്മ വെക്കുന്ന മീൻകറിയാണ് ഇഷ്ടം. ഉമ്മ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങ വറുത്തരച്ച് വെച്ചൊക്കെയാണ്. വറുത്തരച്ച മീൻകറിയുടെയൊക്കെ റെസിപ്പി എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ആ റെസിപ്പി പ്രത്യേകമായിട്ട് ഇടേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ വലിയതായിട്ടൊന്നും കാണിക്കാത്തത്. നമ്മൾ അരപ്പ് കലക്കി പച്ചമുളകും തക്കാളിയും ഉപ്പും കൂടെ ചേർത്ത് അടുപ്പിലോട്ട് വയ്ക്കും. പിന്നെ നമ്മൾ തിളച്ച് വന്നതിന് ശേഷമേ മീൻ ചേർക്കത്തുള്ളൂ. അപ്പോൾ ഇന്ന് കൊഞ്ചും കൂടി കിട്ടിയായിരുന്നു. അപ്പോൾ ഞാനാണിന്ന് കൊഞ്ച് തേങ്ങാപ്പാൽ ചേർത്ത് വെക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എൻ്റെ ചാനലിലുണ്ട്, കാണാത്തവർ പോയി കാണുക. നമുക്കിന്ന് കുഞ്ഞുമ്മ കുറച്ച് കറിവേപ്പില തന്നിട്ടുണ്ട്. ഒരു പൂ ചോദിച്ചപ്പോൾ പൂക്കാലം തന്ന പോലെ കുഞ്ഞുമ്മ ഒരുപാട് ഒടിച്ച് തന്നിട്ടുണ്ട്. ഇവിടെ എല്ലാത്തിനും കറിവേപ്പില വേണം. കറിവേപ്പില ഉണ്ടെങ്കിൽ നല്ലതാണ്, കറിക്കൊക്കെ ഒരു ഫിനിഷിങ് കിട്ടുന്ന കണക്കാ കറിവേപ്പില ചേർക്കുമ്പോൾ. പിന്നെ കറിയൊക്കെ തിളച്ച് നമ്മുടെ മീനൊക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ മീൻ കറി സെറ്റാവാൻ വെച്ചു. രാവിലെ 2-3 കറികൾ സെറ്റായിരിക്കും, കാരണം ഇക്കാക്ക് പോവേണ്ടതുകൊണ്ട്. ക്യാബേജ് തോരനും പിന്നെ മോര് കറിയും പിന്നെ പൊരിച്ച മീനും ഉണ്ടായിരുന്നു. ഇത് എപ്പോഴും മറക്കുന്ന ഒരു സംഭവമാണ് അരി ഇടുന്നത്. അരി കുതിരാനിടുന്നത്, ഈ അപ്പത്തിനോ ദോശയ്ക്കോ ഒക്കെ അരി കുതിരാനിടും. ഇത് ഇട്ടില്ലെങ്കിൽ നമ്മൾ പുട്ടായിരിക്കും പിറ്റേന്ന്. പുട്ടാണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര മടിയാണ് ഇവിടെ കഴിക്കാൻ. അപ്പം നമ്മുടെ കറി തിളച്ച് മറിഞ്ഞ് നമ്മുടെ തേട് വറുത്തരച്ചത് സെറ്റായിട്ടുണ്ട്. ചോറും വെന്ത് കഴിഞ്ഞ്, ചോറും സെറ്റായി. കൊഞ്ച് അതിൻ്റെ ഇടയിൽ അതിൻ്റെ പരിപാടികൾ നടക്കുന്നുണ്ട്. ഈ ക്ലീനിങ് ഒക്കെയാണ് വരുന്നത്. ഇടയിൽ കൂടി എന്തെങ്കിലും ബഹളം കേട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്കതാ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും. പിന്നെ ഫോൺ കയ്യിൽ ഇരിക്കുന്നുണ്ട് അങ്ങ് വിട്ട്. ഇതിൽ കുറച്ച് പഴവും നമ്മളിവിടെ പിടിച്ച പഴമാണ് കേട്ടോ, പഴുക്കും തോറും വെട്ടി നമ്മൾ മാറ്റുന്നുണ്ട്. പിന്നെ അത് എനിക്ക് വീട്ടിലേക്ക് കൊണ്ടുപോയി എടുത്ത് വെച്ചേക്കുക. ഇതും കോവയ്ക്ക് കുറച്ചും ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് എടുത്ത് മാറ്റി വെച്ചേക്കാം. നമ്മൾ കറി വെക്കുമ്പോൾ തന്നെ പാത്രങ്ങൾ അപ്പോൾ തന്നെ കഴുകി മാറ്റുന്നതുകൊണ്ട് അധികം പാത്രങ്ങൾ കാണാറില്ല. അടുക്കളയിൽ നിന്ന് 100 പരാതികളായിട്ടായിരിക്കും വരുന്നത്. നമ്മൾ മൈൻഡാക്കിയാൽ പിന്നെ കൂടിക്കൊണ്ടേയിരിക്കും. അഥവാ നോക്കാതിരുന്നാൽ അത് പറഞ്ഞിട്ടങ്ങ് പൊക്കോളും. ഇത് ചെറിയ അടുക്കളയുടെ സ്ലാബാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചാണ് മീനൊക്കെ കട്ട് ചെയ്യുന്നത്.
മീനൊക്കെ കട്ട് ചെയ്ത് ആ ഒരു പരിപാടി കഴിഞ്ഞാൽ നമ്മളിവിടെ തന്നെ ക്ലീൻ ചെയ്യും. നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴത്തേക്കും അപ്പോൾ തന്നെ ക്ലീൻ ചെയ്ത് പോയാൽ അവസാനം വലിയ ജോലി കാണില്ല, കുറച്ച് ജോലിയെ കാണുള്ളൂ. നമ്മൾ ഉപ്പിലിട്ട് മാങ്ങ എടുത്ത് അച്ചാറിടുക. ഇവിടെ ഉപ്പിലിട്ടതും ഇഷ്ടമാണ്, അച്ചാറും ഇഷ്ടമാണ്. പക്ഷേ കൂടുതൽ ചിലവാകുന്നത് അച്ചാറായിരിക്കും. ആദ്യം കടുക്, ഉഴുന്ന്, ഉലുവ, മുളക് പൊടി, കായപ്പൊടി എല്ലാം കൂടെ വറുത്ത് പൊടിച്ച് മാറ്റി വയ്ക്കും. പിന്നെ നമ്മുടെ എണ്ണയിലോട്ട് കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ചേർത്ത് ഉപ്പിട്ട മാങ്ങയും ചേർത്ത് മാറ്റി വെച്ചിരിക്കുന്ന പൊടിയും ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അപ്പോഴത്തേക്കും നമ്മുടെ അച്ചാർ റെഡിയായി. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇടയിൽ കൂടി കൊഞ്ചിൻ്റെ പരിപാടി നടക്കുന്നുണ്ടെന്ന്. അപ്പോൾ ലാസ്റ്റ് സ്റ്റേജാണ് നമ്മുടെ കൊഞ്ച് റെസിപ്പിയുടെ. അപ്പോൾ ഇത് ഉറപ്പായും പോയൊന്ന് കാണുക. വളരെയധികം രുചികരമായ ഒരു റെസിപ്പിയാണ്. പിന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം കിച്ചണിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി ക്ലീനിങ് ആണ് വരുന്നത്. ക്ലീനിങ് കുറച്ച് പാത്രമുള്ളായിരുന്നു. അങ്ങനെ ആ പാത്രമൊക്കെ കഴിച്ച് ക്ലീൻ ചെയ്ത് നമ്മുടെ വേസ്റ്റ് കൊണ്ട് കളയാനായിട്ട് 3 പേരിൽ ആരെങ്കിലും വിളിക്കും. അപ്പം ആരെ വിളിക്കുന്നത് അവർ വന്ന് പുറത്ത് കൊണ്ടുപോയി കളയും. അപ്പോൾ ഇന്ന് അല്ലുവിനെയായിരുന്നു വിളിച്ചിരുന്നത്. അങ്ങനെ അല്ലു വന്ന് വേസ്റ്റൊക്കെ കൊണ്ടുപോയി കളഞ്ഞ് ക്ലീനാക്കി കൊണ്ടുവച്ച്. അപ്പോൾ ഇന്നത്തെ എൻ്റെ അടുക്കള വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ചെയ്യുക. ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ നമ്മൾ